ഞാനേ 1-2 സാധനം എടുത്തിട്ട് വരേ. കളിയാ ദാണ്ട ആദ്യ രാത്രി ഒന്നേ ഉള്ളു, പിന്നെ കിട്ടത്തില്ല. ഞാൻ ഓട്ടം തുള്ളലുകാരനെ കെട്ടിയത് കൊണ്ട് എന്റെ ആദ്യ രാത്രി വെളുക്കുന്നത് വരെ മൂപ്പരുടെ ഓട്ടം തുള്ളലിലായിരുന്നു. കഥ കല്യാണ സൗഗന്ധികം. ദാണ്ട ഇവിടെ രാഘമ്മയും പെമ്മക്കളും ഓട്ടം തുള്ളൽ തുടങ്ങിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഒന്നാമതേ സമാധാനമില്ല, അതിന്റെ ഇടയ്ക്ക് മണിയറ. ഇതൊന്നും വേണ്ട അളിയാ. ഇതൊക്കെ വേണോ അളിയാ? അളിയുടെ നാത്തൊരു പുറത്തേക്ക് ഇറങ്ങി, ഞങ്ങളതൊന്ന് ശരിയാക്കട്ടെ. ചെല്ലു മോനെ, ചെല്ല അളിയാ, ചെല്ല്. അളിയ നമുക്കിത് നോക്കാം. മോളെ, മോള് വെള്ളമൊന്നും കുടിച്ചില്ല. കുടിക്കേ. സ്വർഗമാണെന്ന് കരുതി മോള് കയറി വന്നത് നരകത്തിലേക്കായിപ്പോയി. സാരമില്ല, ഇതൊരു സ്വർഗമായിട്ട് തന്നെ നമുക്ക് ദൈവം തിരിച്ചു തരും. കണ്ണീരോടെ വിതയ്ക്കുന്നതെല്ലാം ആർപ്പോടെ കൊയ്യും. എന്നാലും അങ്കിളെ, ഞാൻ കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായില്ലേ? അതിന് മോൾ എന്ത് തെറ്റാ ചെയ്തേ? ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദൈവമായിട്ട് നടത്തുന്ന ചില ശരികളുണ്ട്. അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് ദൈവം തന്നെ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ കൊട്ടാരത്തിലെ രാജകുമാരിയെ ഒരു ഡ്രൈവറുടെ മകനായ രാജു കിട്ടുമോ? എന്റെ മകൻ ഒരു രാജകുമാരിയെ കല്യാണം കഴിക്കുമെന്ന സ്വപ്നം ഞാൻ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല. അതവൻ ജനിച്ച കാലം മുതൽ കാണാൻ തുടങ്ങിയ സ്വപ്ന. ആ സ്വപ്നം യാഥാർത്ഥ്യായി, അത്രേ ഉള്ളൂ. മോൾക്കറിയണ്ട, അനുകൂലമായ കാറ്റ് വീശാതെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഓ, അച്ഛനിപ്പോ ഇവിടെ മതിയല്ലോ, ഞങ്ങളാരെയും വേണ്ടല്ലോ. മതിയുടെ ധിക്കാരം. കൂടുതലൊന്നും പറയാത്തത് അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞ അവന് വേദനിക്കും. കാരണം അവൻ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്. ശ്രീ, ഇങ്ങനെയൊക്കെ ആവൂന്ന് ഞാൻ കരുതിയല്ല ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത്. എനിക്ക് തെറ്റ് പറ്റിപ്പോയെങ്കിൽ എന്നോട് ക്ഷമിക്കും. എന്റെ ഏട്ടനെ തട്ടിയെടുത്തിട്ട് മാപ്പ് പറയുന്നോ? ഞങ്ങളുടെ കുടുംബം കലക്കിട്ട് കരയുന്നോ? ശ്രീലക്ഷ്മി, അങ്ങനെയൊന്നും പറയല്ലേ. പ്രത്യേക എന്ത് തെറ്റിയതു? വാക്ക് വ്യത്യാസം കാണിച്ചതും ചതിച്ചതും നിന്റെ ഏട്ടന്. നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിന്റെ ഏട്ടനോട് ചോദിക്കണം. എന്താ നിനക്കെന്താ ചോദിക്കാനുള്ളത്? ചോദിക്കണേ. എന്താടി, നിനക്ക് നാവില്ലേ? നിനക്ക് ഈ നിൽക്കുന്ന ഹരീഷിനെ പ്രേമിച്ച് കല്യാണം കഴിക്കാം.
പ്രിയ ചേച്ചിക്ക് ജയേട്ടനെ കല്യാണം കഴിക്കാം. എന്താ എനിക്കിതൊന്നും ആയിക്കൂടെ? അതോ ജീവിത അവസാനം വരെ ഒരു കറവ പശുവിനെ പോലെ ഞാൻ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ നിന്ന് തരണോ? ഇവൻ ചോദിച്ചതിന് ഉത്തരം പറയടേ. ഏട്ടൻ കല്യാണം കഴിക്കരുതെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. രമ്യ ചേച്ചി പറഞ്ഞു പറ്റിച്ചതിന് ചീ, നിർത്തടി. രമ്യ ചേച്ചി പറഞ്ഞു പറ്റിച്ചെന്ന് ആര്? ഒരു 10,000 വട്ടം ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് രമ്യ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന്. അത് ഞാൻ അവളോടും പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവള് പറയട്ടെ. പിന്നെ അമ്മ അവർക്ക് വാക്ക് കൊടുത്തതോ? ഹ, അമ്മ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലേ അമ്മ ഉത്തരം പറയട്ടെ, ഞാനല്ല. ഞാൻ വാക്ക് കൊടുത്തത് എന്റെ മോനെ വിശ്വസിച്ച. മറ്റുള്ളവരുടെ ജീവിതം എടുത്തിട്ട് ആരും കളിക്കരുത്. അതിന് പെറ്റമ്മയായ പോലും. അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പാഴ്ജന്മം?